ഇന്ന് നമുക്കൊരു അമേരിക്കൻ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം നമുക്ക് ത്രില്ലടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗംഭീര സിനിമ തന്നെയാണ്. എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു സിനിമ കാണാനുള്ള പ്രിന്റ് വേണമെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. എവിടെയും പരിഭാഷ ചെയ്തതായിട്ടൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു സിനിമയുടെ പേര് എന്നുള്ളത് വാട്ട് യു വിഷ് ഫോർ എന്നുള്ളതാണ്. 2023 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ത്രില്ലർ സിനിമയാണിത്. ഇനി ഒരു സിനിമയുടെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ പേര് റയാൻ എന്നുള്ളതാണ്. ആള് ഒരു 12 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്തായിട്ടുള്ള ജാക്കിനെ കാണാനായിട്ട് എത്തുകയാണ്. അപ്പം ജാക്കിനെ സംബന്ധിച്ചിടത്തോളം ആള് ഒരു ഷെഫാണ്, അതുപോലെ നമ്മുടെ നായകന് ഷെഫാണ്. അപ്പം ജാക്ക് അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ, അത് അവിടെ അവർ ചില ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ളത്. എന്തായാലും ഈ ജാക്കിൻ്റെ അരിയിലേക്കാണ് നമ്മുടെ റയാൻ എത്തുന്നത്. ഈ റയാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് ജസ്റ്റ് സുഹൃത്തിനെ കാണാനായിട്ടാണെന്ന് പറയാൻ സാധിക്കില്ല, മറിച്ച് എസ്കേപ്പ് ആയിട്ട് വന്നതാണ്. തൻ്റെ രാജ്യത്ത് താൻ കുറച്ച് ചൂതാട്ടവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കുറച്ച് കടക്കണിയിലായിരിക്കുകയാണ്. അപ്പോൾ കടക്കാരെ പേടിച്ചാണ് ശരിക്കും പറഞ്ഞ മച്ചാൻ എന്താണ് നമ്മളുടെ ജാക്കിൻ്റെ അരിയിലേക്ക് എത്തിയത്. എന്തായാലും ഒരു ഘട്ടത്തിൽ നമ്മുടെ റയാന് മനസ്സിലാവും ഇതിലും ഭേദം ആ ഒരു കടക്കാരുടെ തല്ലുകൊണ്ട് ചാകുന്നതായിരുന്നു, ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നു എന്ന് നമ്മുടെ റയാന് തോന്നിപ്പോകുന്ന ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണ്. എന്തായാലും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിത്രത്തിൻ്റെ കഥയെപ്പറ്റിയും അതുപോലെ തന്നെ തിരക്കഥയെപ്പറ്റിയുമാണ് ആദ്യമേ പറയേണ്ടത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ 1.25 മണിക്കൂറാണ് സഞ്ചരിക്കുന്നത്. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1/4 മണിക്കൂർ കുറേ സർപ്രൈസിങ് ആണ്. കാരണം ഈ ഒരു സിനിമ ഇങ്ങനെ കഥ പറഞ്ഞു പോയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സ് ഒക്കെയാണ് നമ്മളിലേക്ക് തരുന്നത്. ചെറിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ തന്നെ പറയും ഡേ ഈ കഥ പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളിലേക്ക് വരും. അത്തരത്തിലുള്ള ഒരു കിടിലൻ ടേണൊക്കെ വെച്ചിട്ടാണ് ആദ്യ പകുതിയൊക്കെ അവതരിപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് ഏകദേശം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇനി സ്റ്റോറി ഇങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യ പകുതി ഈ ഒരു രീതിയിൽ ആ ടേണൊക്കെ വന്ന് നമ്മൾ അത്യാവശ്യം ഇമ്പ്രസ് ചെയ്യിക്കുന്നു. രണ്ടാം പകുതി എന്നുള്ളത് നമുക്കറിയാം, ഏകദേശം അറിയാം, എന്നാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആണ് സെക്കൻഡ് ഹാഫും തരുന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം തിരക്കഥയൊക്കെ അതുപോലെയാണ് നിൽക്കുന്നത്. സോ സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം പക്ക എൻഗേജിങ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യമാണ് പറയേണ്ടത്. എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന നിക് സ്റ്റോൾ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ എടുത്തു പറയണം. അത് ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലാണ് സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഗംഭീരമാക്കി തന്നെയാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു ഇവൻ്റൊക്കെ നടത്തുന്ന ഒരു ലേഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോയിനായിട്ട് ടംസിൻ ടോപ്പോൾസ്കി എന്ന് പറയുന്ന ആക്ട്രസ് ആണ് എത്തുന്നത്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനവും വളരെ ഇമ്പ്രസീവായിട്ടാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുറച്ച് താരങ്ങൾ കൂടിയേ ഉള്ളൂ, എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനമാണ്. എല്ലാവരുടെയും പേരൊന്നും എടുത്ത് പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് ഇമ്പ്രസ് ചെയ്യുന്ന കുറേ പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി ഹൈ ക്വാളിറ്റി സിനിമ എന്ന് പറയാൻ സാധിക്കും. അത് ടെക്നിക്കലി സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയത്തില്ല, അത്തരത്തിലുള്ള ഒരു വിഷ്വൽസ് ആയിരുന്നു സിനിമയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ചിത്രത്തിൻ്റെ BGMs ആകട്ടെ ഒക്കെ തന്നെ ഗംഭീരമായിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണോ, കാണണമെന്ന് താല്പര്യമുണ്ടോ, ധൈര്യമായിട്ട് പോയി കണ്ടോ. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണിത്. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാവുന്ന ചോദിച്ചാൽ സെക്ഷലി യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എങ്കിലും സിനിമയ്ക്കുള്ളിൽ ഒരു ബിഗിനി സീന്, അതുപോലെ തന്നെ സിനിമയുടെ കഥാപരിസരത്തിനുള്ളിൽ കുറച്ച് വയലൻസും ഒക്കെ തന്നെ കാണും. അപ്പോൾ ഇത് മാത്രം മൈൻഡിൽ വെക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയൊന്ന് ഇനി തീരുമാനിക്കാം. എന്തായാലും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നിരുത്സാഹപ്പെടുത്താത്തൊരു ചിത്രം തന്നെ ആയിരിക്കും ഇത്. സിനിമയ്ക്ക് മാക്സിമം അല്ല, ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 7 out of 10 കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡീസൻറ്റ് വാച്ച് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും നമുക്ക് അടുത്തൊരു റിവ്യൂ ആയിട്ട് വേണം. ടാറ്റ.